നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വാർത്തയോടെയാണ് ഇന്നത്തെ വീഡിയോകൾ ഞാൻ ആരംഭിക്കുന്നത്. ഇന്നലെ നമ്മളൊക്കെ കണ്ടതാണ്, കേട്ടതാണ് ആ സങ്കടത്തിൻ്റെ വാർത്ത. വളരെയേറെ ഹൃദയവേദനയോടെയാണ് ഞാൻ അതിൽ ഒരു ദൃശ്യം കണ്ടത്. പ്രേക്ഷകർ കാണുക. നോക്കൂ, ഒരു ആശാവർക്കർ സങ്കടത്തോടെ പറയുന്നതാണ്. കഴിഞ്ഞ 8 മാസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മിനിമം ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ആശാവർക്കർമാർ. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് ഹെൽത്ത് സർവേയും മറ്റും എടുക്കുന്ന പാവങ്ങൾ. അവർക്ക് മിനിമം വേജ് കിട്ടുന്നില്ല. നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇവിടെ നിലവിലുള്ള മിനിമം വേജ് കൊടുക്കുന്നില്ല. അതിനുവേണ്ടി അവർ സമരം ചെയ്യുക. അവരുടെ സമരത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു. നക്സലൈറ്റുകളാണ് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് സർക്കാർ അവരെ അടിച്ചമർത്തുന്നു. ഓർക്കണം, ഇതേ സമയത്ത് അയ്യപ്പ സംഗമമൊന്നും ന്യൂനപക്ഷ സംഗമമൊന്നും ഹിജാബ് സംരക്ഷണ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് മുടക്കിക്കൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും ദൂർത്തടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പാവപ്പെട്ട ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ അവരെ അവഗണിക്കുകയാണ്. അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരെ പൂർണ്ണമായും അവഗണിക്കുന്നു. എന്നിട്ട് അവർ സഖി കെട്ടിട്ട് ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയപ്പോൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ മൈക്കും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും പിടിച്ചു പറിച്ചുകൊണ്ട് പോയപ്പോൾ സങ്കടപ്പെട്ട് അവരുടെ നേതാവ് പറഞ്ഞ വാക്കാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അല്പമെങ്കിലും കരുണ കാണിക്കണമെന്ന്. വലിയ ശമ്പളം കൈപ്പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏമാന്മാർ പറയുന്നത് കേട്ടാൽ മതിയാവും, അവർക്കൊരു വിഷമവും ഉണ്ടാവില്ല. പക്ഷേ ഇതിനൊക്കെ ഉത്തരവ് കൊടുക്കുന്നവർ അനുഭവിക്കുക തന്നെ ചെയ്യും, ഒരു തർക്കവും വേണ്ട. ആ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ സമരം ചെയ്തപ്പോൾ അവരുടെ അനുഭാവപൂർവമായ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ ജീവിത സമ്പാദ്യത്തിൽ നിന്നും നാട്ടുകാർ കൊടുക്കുന്ന പിച്ചക്കാശിൽ നിന്നും അവർ കെട്ടിപ്പൊക്കിയ ഒരു സമരം ഉറക്ക മുദ്രാവാക്യം വിളിക്കാനുള്ള മൈക്കും അതിന് സാമഗ്രികളുമൊക്കെ എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ പിച്ചച്ചട്ടി പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതിന് തുല്യമല്ലേ? ഇങ്ങനെ കരുണയില്ലാതെ പെരുമാറാൻ എങ്ങനെ സാധിക്കും? ക്ലിഫ് ഹൗസിലേക്ക് അവർ മാർച്ച് നടത്തി. പോലീസിൻ്റെ നരനായാട്ട് തന്നെയായിരുന്നു. അവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന വളരെ സങ്കടകരമായ ചില ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒരു ശാപവാക്കിലേക്ക് പോവാം. ഇല്ല, ഇതിൽ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്ന ഒരു വീട്ടമ്മയുടെ ശാപവാക്കാണ്. നിസാര ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന സ്ത്രീ ശമ്പള വർധനവ് സാധിച്ചേക്കുമെന്ന് കരുതി കഴിഞ്ഞു കുറേ കാലമായി അവർ ഇവിടെ സമരം ചെയ്യുകയാണ്. എന്നിട്ട് പോലീസ് വൃത്തികേട് കാണിച്ചപ്പോൾ, ഈ തോന്നിയാസങ്ങൾ കാണിച്ചപ്പോൾ അവർ ദൈവത്തെ വിളിച്ച് ആണയിട്ടുകൊണ്ട് പിണറായി വിജയനെ ശപിക്കുകയാണ്. ഞങ്ങളുടെ ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചത് ഒരു കാലത്തും തീരല്ലേ? അനുഭവിക്കും, ഞങ്ങൾ ഈ ഭൂമി അനുഭവിക്കും.
അനുഭവിക്കും. യവനിയുടെ പിക്കാലങ്ങൾ അനുഭവിക്കും. ഈ പാവങ്ങളും നിസ്സാരം 32 രൂപയ്ക്ക് ജോലിയാണ് ഞങ്ങളോട്. എന്തിനാ ഈ ശാപം ഞങ്ങളോട് കാണിക്കണം? ഈ പാവം സർവേശ്വരനുണ്ടാക്കിയ പുഴുത്താ ചാവുള്ളൂ. പുഴുവിട്ട് ചാവും. അവനവന്റെ പിക്കാലങ്ങളെ പരിരക്ഷിക്കാണ്. ഓരോ ആശമാരും ഓരോ രൂപ ഇട്ടുകൂട്ടി വാങ്ങിച്ച മൈക്കോട് ഈ സർക്കാർ പൈസ വാങ്ങിച്ചോണ്ട് പോയിരിക്കുന്നത്. സർക്കാരിന് ഒരു നിങ്ങളെല്ലാരും കുടുംബമായിട്ട് ജീവിക്കണവരല്ല, ഞങ്ങളും കുടുംബമായിട്ട് ജീവിക്കണവരല്ല. ഈ ചെയ്തവരാരും ക്രെഡിറ്റ് ആവില്ല. ഈ ചെയ്തവരാർക്കും നല്ല ക്രെഡിറ്റ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ആവില്ല. ഈ ചോദ്യം തന്നെയാണ് മിസ്റ്റർ വിജയൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഈ ശാപമെല്ലാം താങ്കൾ എവിടെ കൊണ്ടുപോയി തീർക്കും? അത്രമാത്രം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ താങ്കളെ ശപിക്കുന്നുണ്ട്. താങ്കളുടെ മേനി നടിക്കൽ, നുണ പറച്ചിൽ, തള്ള്, ദൂർത്ത്, തോന്നിവാസം ഒക്കെ കണ്ട് മടുത്ത് ഈ നാട്ടിലെ പാവങ്ങൾ ശപിച്ചു മടുക്കുകയാണ്. അത്രമാത്രം പാവപ്പെട്ട മനുഷ്യരുടെ ശാപം താങ്കളുടെ മേലുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി താങ്കൾ തീർക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ. പാവപ്പെട്ട ഈ സ്ത്രീകളോട് അല്പമെങ്കിലും കരുണ കാണിക്കുക. അവർ സമരമുഖത്തിറങ്ങിയിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അവരോട് ദയവ് കാണിക്കുക. ഈ ശാപമൊക്കെ പേറി അധികകാലം താങ്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നോർക്കുക. സകല മനുഷ്യരുടെയും പ്രത്യേകിച്ച് വിശ്വാസികളുടെ മുഴുവൻ ശാപം താങ്കളുടെ മേലുണ്ട്. ശബരിമലയിൽ താങ്കൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഇന്നും ഭക്തരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് പിന്നാലെയാണ് പാവങ്ങളോട് ഈ ചതി കാട്ടുന്നതും കൊടും ക്രൂരത കാട്ടുന്നതും. അവരുടെ ശാപവാക്കുകൾ പിണറായി വിജയൻ താങ്കൾക്ക് താങ്ങാൻ കഴിയില്ല. ദയവായി അല്പം കരുണ, അല്പം മര്യാദ ഈ പാവങ്ങളോട് കാണിക്കണം എന്നാണ് അഭ്യർത്ഥന.